ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ഗായത്രി പാറുവിനോട് പറയുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ജാസ്മിൻ്റെയും വിവാഹം നടക്കാനേ പാടില്ല. ജാസ്മിൻ്റെ വിവാഹം നിങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചാലേ ഖദർ മണ്ഡപത്തിൽ വെച്ച് മറ്റൊരാളായിരിക്കും ജാസ്മിൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നത്. എന്താ ദൈവം ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പാറു പറയുമ്പോൾ ഗായത്രി പറയുകയാണ്, പാർവതി ഇതെല്ലാവരും ചേർന്നുള്ള ഗൂഢാലോചനയാണ്. വിശാലിനെയും ജാസ്മിനെയും തമ്മിൽ വിവാഹം കഴിപ്പിക്കാനുള്ള എല്ലാവരുടെയും കുതന്ത്രമാണിത്. ഇത് കേൾക്കുന്ന പാറു ഒരു ഞെട്ടലോടെ നിന്ന് ദേഷ്യത്തോടെ പറയുകയാണ്, ഇല്ല, ഒരിക്കലും എൻ്റെ വിശാൽ സാറിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. വിശാൽ സാർ എന്നും എൻ്റേത് മാത്രമായിരിക്കും. പാർവതി, അതൊക്കെ നടക്കണമെങ്കിലേ നീ ആദ്യം ഈ വിവാഹം മുടക്കണമെന്ന് ഗായത്രി പറയുമ്പോൾ ഏത് വിധേനയും ഞാൻ ജാസ്മിൻ്റെ വിവാഹം മുടക്കിയിരിക്കുമെന്ന് പാറു പറയുന്നു. അതേസമയം ഇത് കേട്ടുകൊണ്ടുവരുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഗായത്രി അമ്മ എന്തിനും എൻ്റെ ഒപ്പം ഉണ്ടാകില്ലേ എന്ന് പാറു ചോദിക്കുമ്പോൾ നിന്റെ ഒപ്പം തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് ഗായത്രിയും പറയുന്നു. തുടർന്ന് ഇതൊക്കെ കേൾക്കുന്ന ജാസ്മിൻ മനസ്സിൽ പറയുകയാണ്, എൻ്റെ പാർവതി, നിന്നെക്കൊണ്ടൊന്നും എൻ്റെ വിവാഹത്തിന് ഒരു തടസ്സവും വരാൻ സാധിക്കത്തേയില്ല. പിന്നെ ഞാൻ എന്താണെങ്കിലും വിശാലിനെ കൊണ്ട് എൻ്റെ കഴുത്തിലെ താലി ചാർത്തിച്ചിരിക്കും. അതിന് നീ ഏത് ആത്മാവിനെ കൂട്ടുപിടിച്ചാലും ഒരു കാര്യവും നടക്കാനും പോകുന്നില്ലെന്ന് ജാസ്മിൻ മനസ്സിൽ പറയുന്നു. അങ്ങനെ ഗായത്രി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പുറത്തു നിൽക്കുന്ന പാറു ദേവമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർക്കുകയാണ്. അതേസമയം ജാസ്മിൻ പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താടി, നീ എൻ്റെ വിവാഹം നടത്താതിരിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നല്ലോ. ഇതെങ്ങനെ ഇവൾക്ക് മനസ്സിലായെന്ന് പാറു മനസ്സിൽ പറയുന്നു. ജാസ്മിൻ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് പാറു അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അതെ, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. നീ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ശരി, എൻ്റെ വിവാഹം നടന്നിരിക്കും. അത് അന്ന് വന്ന് കണ്ട ആ ചെറുക്കനായിട്ടല്ല, വിശാലായിട്ട്. ഇത് കേൾക്കുന്ന പാറു ഒരു ഞെട്ടലോടെ ജാസ്മിനെ നോക്കുകയാണ്. എന്താണെങ്കിലും വിശാൽ സാറുമായിട്ടുള്ള നിന്റെ വിവാഹം നടക്കാനേ പോകുന്നില്ല. വിശാൽ സാറ് എൻ്റെ മാത്രമാണെന്ന് പാറു പറയുമ്പോൾ നിനക്കിത് തടയാൻ സാധിക്കുമോ എന്ന് നീ ശ്രമിച്ചു നോക്കാൻ ജാസ്മിനും പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വിശാൽ വരികയാണ്. എന്താ രണ്ടുപേരും കൂടി ഒരു സംസാരമെന്ന് വിശാൽ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അതെ, പാർവതി എൻ്റെ വിവാഹത്തിന് തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ ജാസ്മിൻ, എൻ്റെ പാർവതി എന്താണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യില്ല. പാർവതിയല്ലേ ഈ വിവാഹം മുന്നിട്ട് തന്നെ നിന്ന് നടത്തി തരുന്നത്. പിന്നെ ഇനി എന്തൊക്കെ വന്നാലും ശരി, പാർവതി തന്നെ മുന്നിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ വിവാഹം അത് ഞാൻ നടത്തിയിരിക്കും. ഇത് വിശാലിൻ്റെ വാക്കാണെന്ന് പറഞ്ഞ് വിശാൽ അകത്തേക്ക് പോകുമ്പോൾ പാറുവിനെ പുച്ഛത്തോടെ നോക്കി ജാസ്മിനും അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജാസ്മിൻ പ്രഭാവതിയെയും പ്രതാപനെയും കാണാൻ ചെന്നിരിക്കുന്നതാണ്. പാർവതിയെ നമ്മൾ എന്താണെങ്കിലും ഒന്ന് സൂക്ഷിക്കണമെന്ന് ജാസ്മിൻ പറയുമ്പോൾ നിനക്കെന്താ, അവളെ പേടിയാണോ എന്ന് പ്രഭാവതി ചോദിക്കുന്നു. എനിക്ക് അവളെ ഒരു പേടിയുമില്ല. അവളുടെ മുമ്പിൽ ചെന്ന് നിന്നാ ഞാൻ വെല്ലുവിളിച്ചത് വിശാലിനെ തന്നെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുമെന്ന്. അത് കൊള്ളാം ജാസ്മിൻ, എനിക്കിഷ്ടപ്പെട്ടെന്ന് പ്രതാപം പറയുന്നു. ജാസ്മിൻ്റെയും വിശാലിൻ്റെയും കല്യാണം കഴിയുന്നതോടെ പാർവതിയുടെ ചാപ്റ്ററും ക്ലോസ് ആണ്. പിന്നെ അവള് ഈ വീടിന് പുറത്തായിരിക്കില്ലേ എന്ന് പ്രതാപം പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അതിനെന്താ സംശയം? പാർവതി നമ്മൾ ഇവിടുന്ന് അടിച്ചിറക്കി ഇവിടെ പുണ്യാഹം തളിക്കും. പിന്നെ ഇവിടുത്തെ മരുമകൾ ആരാ? ജാസ്മിനാണ് എന്നൊക്കെ പ്രഭാവതി പറയുമ്പോൾ സന്തോഷത്തോടെ പ്രഭാവതിയെ നോക്കുകയാണ് ജാസ്മിൻ. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പ്ലാനൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എന്താണെങ്കിലും വിവാഹ മണ്ഡപത്തിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് വിശാലായിരിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം നീ അപ്പോൾ അറിഞ്ഞാൽ മതി. അതൊക്കെ എങ്ങനെയെങ്കിലും ആകട്ടെ, വിവാഹം കഴിഞ്ഞിട്ട് വേണം ഗായത്രി അമ്മയുടെ ആഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് എനിക്കിതിലേക്ക് നടക്കാൻ. ഇത് കേൾക്കുന്ന പ്രഭാതി പറയുകയാണ്, ആഭരണങ്ങൾ മാത്രമല്ലല്ലോ, സ്വത്തുക്കളും നിന്റെ പേരിലാകാൻ പോകുന്നത്. പക്ഷേ എന്താണെങ്കിലും ആഭരണം ഇടണമെന്ന് നീ ഒരാഗ്രഹം പറഞ്ഞതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ അടിയന്തിരമായി നമുക്ക് ആഭരണങ്ങൾ പാർവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങാം. ആൻറ്റി എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ജാസ്മിനെ നോക്കുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് ലാപ്ടോപ്പിലെ കാര്യങ്ങളെല്ലാം പാർവിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗാർഗിയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി പറയുകയാണ്, പാർവതി, ജാസ്മിൻ്റെ വിവാഹം ഇവിടെ വെച്ചല്ലേ നടത്തുന്നത്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇവൾക്ക് കാര്യമായി തന്നെ പാരിതോഷികങ്ങൾ കൊടുക്കണം. അതിനെന്താ, കൊടുക്കാലോ എന്ന് പാറു പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഗായത്രിയുടെ എല്ലാ ആഭരണങ്ങളും നമ്മൾ ജാസ്മിന് കൊടുക്കണം. അത് പിന്നെ എങ്ങനെയാ ശരിയാവുക? പാരമ്പര്യമായി മരുമകൾക്കല്ലേ ആഭരണം വരുന്നത് എന്നൊക്കെ പാറു പറയുമ്പോൾ പ്രഭാവതി ദേഷ്യത്തോടെ പറയുകയാണ്, നീ ഞാൻ പറഞ്ഞത് മാത്രം അങ്ങ് കേട്ടാൽ മതി, അല്ലാതെ എനിക്കെതിരെ ഒന്നും പറയാനൊന്നും വരണ്ട. ഇത് കേൾക്കുന്ന പാറു വിഷമത്തോടെ അകത്തേക്ക് പോവുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയുടെ തീരുമാനത്തെക്കുറിച്ച് വിശാലിനോട് പറയുന്ന പാറുവിനെയാണ്. വിശാൽ അത് കേട്ടതിന് ശേഷം പറയുകയാണ്, എന്താണെങ്കിലും അമ്മ പറഞ്ഞതില്ലേ, ജാസ്മിൻ ആ ആഭരണങ്ങളെല്ലാം അണിഞ്ഞോട്ടെ.
വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ ഊരി വാങ്ങിച്ചാൽ മതി, നിനക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ. അത്രയും പറഞ്ഞുകൊണ്ട് വിശാൽ അവിടുന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് പാറു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന പ്രതാപനെയാണ്. പ്രതാപൻ്റെ അടുത്തേക്ക് വരുന്ന പ്രഭാവതി ചോദിക്കുകയാണ്, എന്താടാ നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഇല്ല ചേച്ചി, ഞാൻ ഓരോരോ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. നാളെ ഗായത്രി ചേച്ചിയുടെ ആഭരണങ്ങളെല്ലാം ജാസ്മിന് കൊടുക്കുകയല്ലേ? അതെ എന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, അങ്ങനെ ചെയ്യേണ്ട ചേച്ചി. ആ ആഭരണങ്ങൾ ജാസ്മിന് കൊടുക്കുന്നത് ഗായത്രി ദേവിക്ക് ഇഷ്ടമല്ല. സ്വപ്നത്തിൽ വന്ന് ഗായത്രി ദേവി അതെന്നോട് പറഞ്ഞു. സ്വർണം എടുത്തു കൊടുത്തതിന് നമ്മുടെ രണ്ടിൻ്റെയും കഴുത്ത് ഞെരിക്കുന്നതാ ഞാൻ കണ്ടത്. എന്താടാ പാർവതി അസുഖം നിനക്കും പിടിപെട്ടു. എന്നാലേ നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ലെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് പ്രഭാവതി. അതേസമയം പ്രഭാവതിയെ ഭയത്തോടെ നോക്കുകയാണ് പ്രതാപൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.